എന്റെ നാട്ടുകാരനായ ഉണ്ണികൃഷ്ണല്ലേ ഇവനെന്താ ഇവിടെ? സിനിമ തുടങ്ങാൻ സമയമായില്ലല്ലോ. എന്തായാലും ഈ കൊല്ലത്തിൽ ഇവൻ എന്നെ കാണണ്ട. വാച്ച് ചെയ്യാം, കാര്യങ്ങൾ അറിയാലോ. മോളെ തച്ച് കഴിഞ്ഞെങ്കിൽ ആ തുണി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. വിമലെ, ഈ പ്രാവശ്യത്തെ ചിട്ടി ഞാൻ പിടിക്കും കേട്ടോ. ഓഹോ, ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണികൃഷ്ണൻ. വരൂ. വലിയ പണിയൊന്നുമില്ല. ഈ 15 17 ആക്കണം, ഈ 22 25 ആക്കണം. എത്രയാ കൂലിന്ന് വെച്ച് കഴിഞ്ഞാ ഐഡമ്മയോട് പറഞ്ഞാ മതി. ഇത് നിസ്സാര പണിയാ, ഇതിന് കൂലിയൊന്നും വേണ്ട. അത് പറ്റില്ല. ആരും ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ജോലി ചെയ്യരുത്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ തുടങ്ങിക്കോളൂ. അല്ല, ഈ ചെറുക്കനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അയ്യോ, ഒരു പാവാ. എന്നാലും വന്ന സ്ഥിതിക്ക് എഴുതി കഴിഞ്ഞിട്ട് പോ. അയ്യോ, അതൊരു മര്യാദക്കാരനാ. അതിനെ നോക്കി നിന്നാലേ ബസ് അതിന്റെ പാട്ടിന് പോവും. വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാൻ. ഹലോ, കുറച്ച് മണ്ണെണ്ണ വേണമായിരുന്നു. ഇന്ന് 3 ആളെയും പരിചയപ്പെട്ടിട്ടെന്നെ കാര്യം. മിക്കവാറും അവൾ ഇനിയും വരും. വെയിറ്റ് ചെയ്യാം. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. മണ്ണെണ്ണ, കുറച്ച് വേസ്റ്റ് തുണിയും കൂടെ. ഇതൊക്കെ പണിക്ക് വരുമ്പോ കൊണ്ടുവന്നൂടെ? അയ്യോ, ഞാൻ പണിക്കാരനൊന്നുമല്ല, നെയ്ബറാ. പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ചോദിച്ചില്ല. ഇനി വേറെ വല്ലതും വേണ്ടി വരുമോ ആവോ? വേണ്ടി വരും. എന്തോ ഉണ്ണികൃഷ്ണ, വേഗം പണി തീർത്തിട്ട് പോവാ നോക്ക്. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. ഓർഡർ കൊടുത്തത് ഒരാൾക്ക്, കൊണ്ടുവന്നത് മറ്റൊരാൾ. അകത്ത് പോയവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവൻ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ വെയിറ്റിംഗ്? രണ്ടിലൊന്നറിഞ്ഞ എനിക്ക് പോകായിരുന്നു. വെറുതെ അയ്യോ, പരദൂഷണോ ആപ്പോഴെങ്കിലും പോരാഞ്ഞിട്ട് പൊളിച്ചോടാൻ തുടങ്ങിയോ? അല്ല വരാതി. അയ്യോ അയ്യോ, എന്റെ കണ്ണിലെരിയണേ, കണ്ണിന് മുളക് പൊടി പോയേ. ആരെങ്കിലും വെള്ളം ചായോ? വിളിക്ക്. അയ്യോ, പോകുന്ന പോക്ക് കണ്ടില്ലേ? നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ മാതിരി. കൊറേ നാളായി അവനോട്ടൊന്നും കൊടുക്കണോന്ന് വിചാരിച്ചിട്ട്. ഈ നാറിയാ നമ്മുടെ പോസ്റ്റൊക്കെ രാത്രിയിൽ വലിച്ചേറി കളയുന്നത്. ഏതായാലും കൊറേ കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പാ. ബസ് കിട്ടാത്ത തിരിച്ചു വന്നത് അവന്റെ യോഗം, മുളക് യോഗം. ഡാ, എന്താ അവിടെ? മണ്ണെണ്ണ എടുക്കാനാ. എന്നാ കിട്ടിയേക്ക് പൊക്കൂടെ? ഓ, നമുക്ക് വീട്ടിൽ പോയി ചായ നല്ല കടിയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അത് വേണമെന്നില്ലേട്ടാ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം. ശുഭകാര്യങ്ങളാണ്, അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണമല്ലോ സംസാരിക്കാൻ. കമലാസൻ ചേട്ടൻ പറയുന്ന ഏത് കാര്യവും നടന്നോണ്ട് പറയാം. പറ. എന്നാ പിന്നെ പറയാല്ലേ. മിടുക്കൻ, അതിലുപരി ദൈവവിശ്വാസി, വിവാഹിതൻ, തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു കുട്ടി ഉണ്ടായിപ്പോയി. അയ്യോ, അത് കൊള്ളാലോ. നിയമപരമായി ബന്ധം വേർപെടുത്തി ഫ്രീ ആയിട്ട് ഇപ്പൊ 10 വർഷമായി. വിമല എന്ന് കേട്ടപ്പോ ഒറ്റ പിടുത്തവാ, പിന്നെ വിടുന്നേ ഇല്ല. എന്താ ചേട്ടാ, പിടിക്കാനായിട്ട് അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ടാക്കീസിൽ വന്നപ്പോ ഈ വിമലെ മതി വരുവോൾ അയാള് കണ്ടു. അത് പിന്നെ എനിക്കൊരു സ്വൈര്യവും തന്നിട്ടില്ല. എന്തുവാ ആലോചിക്കട്ടെ. പിന്നെ രണ്ടും കിട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്, ചേർച്ച. തിരുവമ്പാടി പാറമേക്കാവും പോലെ. തൽക്കാലം തിരുവമ്പാടി അവിടെയും പാറമേക്കാവ് ഇവിടെയായിട്ട് നിൽക്കട്ടെ കേട്ടോ. അല്ല പിന്നെ പോലെ പോയല്ലേ, അങ്ങനെ അങ്ങ് പോയാലോ. കമലാസ് ചേട്ടാ, ഒരുപാട് ജോലി ഉണ്ടെന്ന് ചെന്നാട്ടെ. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ 4 ആളുടെ കാര്യത്തിൽ എനിക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അല്ലേ ഇടൂ. പിന്നെ ഐഡമേ, കുറച്ച് ഉത്തരവാദിത്തം എടുത്തേ. എന്താ വിമല ഇത്? ചേട്ടൻ കൊടുത്തു വിടട്ടെ. എന്നാ അത് എന്തോ ഇത് ചോദിച്ചാലും 10 1000 ഒക്കെ ഇങ്ങനെ എടുത്ത് അങ്ങ് തരുവാ. വേണ്ടേ? പിടിക്ക്. എന്നാലും അനുകൂലമായിട്ടൊരു മറുപടി. ഒരുപാട് സമയം കിടക്കല്ലേ ചേട്ടാ, തൽക്കാലം ചേട്ടൻ ചെന്നാട്ടെ. എന്നെ വാശി പിടിപ്പിക്കരുത് കേട്ടോ. കുറെ നാളായി ഞാൻ ഈ ടാക്കീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ 4 പേരുടെയും കല്യാണം നടത്തിയിട്ട് ഈ കമലാസനൻ പളനി പോയി ഈ തലമുട്ടയടിക്കും. അയ്യോ, ഇതിനകത്ത് ഇനി എന്തോന്ന് അടിക്കാൻ? എന്നാ പിന്നെ മീശ എടുക്കല്ലോ. ഇനിയിപ്പോ അയാളോട് ഞാൻ എന്തോ പറയും. ഈ പേരും പറഞ്ഞ് 4 ദിവസമായിട്ട് 4 ഫുൾ ചിക്കനും അടിച്ചിട്ട് നിക്കുക. അയ്യോ, ഇതുങ്ങൾ എന്നെ കൊല്ലും. നീ ഇവിടെ
7-8 വർഷം മുമ്പ് ചായക്കട നടത്തുന്ന മാധവൻ ചേട്ടന്റെ വീട്ടിലെ എരുമയെ മോട്ടിച്ചു വിറ്റ ഞാൻ പിടിക്കപ്പെട്ടപ്പോ നാട്ടിൽ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. അല്ല ഇവിടെ എന്താ പരിപാടി? അതിവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും കോടീശ്വരനുമായ മൂർക്കമ്പറമ്പിൽ പാപ്പച്ച മുതലാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ. നല്ല താമസം, നല്ല ശമ്പളം, നല്ല ശാപ്പാട്. അപ്പൊ രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ അപ്പൊ നാട് വിടാൻ തോന്നിയ നിന്റെ ഭാഗ്യം. എല്ലാത്തിനും അതിന്റേതായ ഒരു റൂട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണ. പക്ഷെ നീ രക്ഷപ്പെട്ടെങ്കിലും നിന്റെ മുഖത്തിപ്പോഴും ആ ഒരു കള്ള ലക്ഷണമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ല. ലോകത്തിലെ എല്ലാ വലിയ മനുഷ്യരുടെ മുഖത്തും ഒരു കള്ള ലക്ഷണം ഉണ്ടാവും. അതൊക്കെ പോട്ടെ, മഹാരാജ ടാക്കീസിലെ 4 ലേഡീസുമായിട്ട് നിനക്കെന്താ അടുപ്പം? ഞങ്ങള് നൈബേഴ്സ് അല്ലേ? അത് പറഞ്ഞല്ല, അല്ലാതെ നിനക്കെന്താ ഒരു ഇക്കുമത്ത്? അതൊക്കെ ഉണ്ട്. എങ്ങനൊക്കെ? നീ ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോടും പറയില്ല. നീ പറ. എടാ അവിടുത്തെ ഗംഗ അല്ല, യമുന അല്ല, പിന്നെ ഉണ്ണിമായ. അതെ. എടാ കള്ള, ആ കുട്ടി എപ്പോഴും എന്നെ ഫോൺ ചെയ്യും. മിസ് കോളാ? അല്ല, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. ആ കുട്ടി പാട്ട് പാടും. എന്തൊക്കെ തമാശകളാ കുട്ടി പറയുന്നേ. ആ കുട്ടി തമാശ പറയും, ആ പാട്ട് പാടും. പിന്നെ എടാ കള്ള, അവൾക്ക് ഇൻകമിംഗ് അല്ലേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ലല്ലോ. അവള് സംസാരിക്കാത്ത പെണ്ണല്ലേ. എന്നോട് വേണോ നിന്റെ നമ്പർ? ഡാ, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ? ഹേയ്, അവിടം വരെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. അവളെ പ്രേമിച്ച് എത്രയും വേഗം നീ അടിച്ചോണ്ട് പോകുന്ന നിന്റെ മിടുക്ക് തന്നെയല്ല, പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരൻ എന്ന നിലക്ക് അവൾ അടിച്ചോണ്ട് പോകാനുള്ള ടാക്സിയും അതിനുള്ള പണവും ഞാൻ സ്പോൺസർ ചെയ്യും. എന്താ? അയ്യോ, നീ ആരോടും പറയല്ലേ? ഇല്ല, ആരോടും പറയില്ല. അപ്പോ നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. വിമല നിസ്സാരക്കാരിയല്ല, അവൾ ഝാൻസി റാണിയാണ്. അവളുമായി പടവെട്ടി യുദ്ധം ചെയ്ത് ഞാനും മുതലാളിയും കൂടി നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇത് ഭരതവാക്യം. തൽക്കാലം നീ ഇത് വെച്ചോ. എന്തിനാണെന്നാ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം സംഘടിപ്പിച്ചോളാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയായി. ഓക്കെ? ആ, ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റോ? ആർക്ക്? പഞ്ചായത്ത് പ്രസിഡന്റായി എനിക്കും എന്റെ ഫാമിലിക്കും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. ആ, മോൻ വന്നാട്ടെ. വാപ്പച്ചി കൂടെ ഉള്ളപ്പോ എന്തിനാ മോനെ ടിക്കറ്റ്? പിന്നെ അല്ലാതെ. കേറി ഓടി. ടിക്കറ്റോ? മോക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബഷീർ കോയാപ്പറമ്പിൽ. ഞാനായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അതറിയാം, പക്ഷേ ഇത് പഞ്ചായത്ത് ഓഫീസ് അല്ലല്ലോ, ഇത് സിനിമാ തിയേറ്റർ അല്ലേ? ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ പടം കാണുന്നത് നിനക്ക് കാണണോ? നിന്റെ ചേച്ചി എവിടെ? ആ വിമല. വിളിക്കടി അവളെ. ദേ, എടി പൊടിന്നൊക്കെ ഇവരെ വിളിച്ചാ മതി, ഇങ്ങോട്ട് വേണ്ട. പടം തുടങ്ങാൻ സമയമായി, എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യണം. എന്താ ഇവനെ? ചേച്ചി എന്താ? വിമല വന്നോ? എന്റെ വിമലെ, ഞാനും എന്റെ ഫാമിലിയും കൂടെ ഇവിടെ സിനിമ കാണാൻ വന്നതാ. ഓ, സന്തോഷം. അപ്പോഴാ നിന്റെ അനിയത്തി ടിക്കറ്റ് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താ? എന്റെ പൊന്നു സാറേ, 5 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത ഈ പ്രശ്നം അങ്ങ് തീരില്ലേ? സാറ് കാശിങ് തന്നാട്ടെ, ഞാൻ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തോണ്ട് വരാം. 5 പേർക്ക് ടിക്കറ്റ് എടുക്കാൻ ഈ ബഷീറിന് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിനക്കറിയാവല്ലോ, 2 ആഴ്ച മുമ്പ് ലക്ഷങ്ങൾ പൊടിച്ച ഞാൻ എന്റെ മോളുടെ നിക്കാഹ് നടത്തിയത്. എനിക്ക് സൗകര്യമില്ല ഈ തുക്കട തിയേറ്ററിൽ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ. ബാവക്കളെ, നമുക്ക് പോവാം. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്ന? 4 വർത്താനങ്ങ് പറയാറുന്നില്ലേ? സമാധാനപ്പെട്. സാർ ഒന്ന് നിക്കണേ. സാർ ഒരു മിനിറ്റ് സാർ. പഞ്ചായത്തിന് ടാക്സ് കൊടുത്തും ഭാരം കൂടിയ കറണ്ട് ബില്ല് മുടങ്ങാതെ അടച്ചും വളരെ കഷ്ടപ്പെട്ട ഞങ്ങൾ ഈ തുക്കടാ തിയേറ്റർ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്നും ഒരു സൗജന്യവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം സൗജന്യങ്ങൾ പ്രത്യേകിച്ചും തിരക്കുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കേട്ടോ? വേണ്ട, ഇനി നിന്റെ ഒരു പ്രസംഗവും എനിക്ക് കേൾക്കണ്ട. പക്ഷെ നീ ഒന്നോർത്തു, താമസിയാതെ നീ അറിയും. വിമലെ, കണ്ണു പൊട്ടുന്ന 2 ചീത്ത വിളിക്കണായിരുന്നു. ചീത്ത കേൾക്കാനും വേണ്ട അയാൾക്കൊരു അന്തസ്. അത് ശരി. നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ. ചെല്ലേ.